ഒരു കുടിയേറ്റ മേഖലയാണ്. കാടുകളും അതുപോലെയൊക്കെയുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന പ്രദേശം. പലപ്പോഴും അവിടെ റോഡുകൾ അതുപോലെ തന്നെ കുടിവെള്ളം, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ പ്രധാനമന്ത്രി സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രദേശത്ത് അവരുടെ ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ റോഡുകൾ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി, അതിലൂടെ സാധാരണ ആളുകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ മരണശേഷം ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി രാജീവ് ഗാന്ധി ശ്രീപെരുമ്പുദൂരിൽ മരണപ്പെട്ടതിന് ശേഷം സോണിയാഗാന്ധിയാണ് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താനും ഈ കോൺഗ്രസിനെ തിരിച്ച് വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാനും സോണിയാഗാന്ധി നടത്തിയ വലിയ കാര്യങ്ങളാണ് ചെയ്തത്. സാമ്പത്തിക രംഗത്ത് ഇന്ന് മൊബൈൽ ഫോൺ, അതുപോലെ വലിയ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതുപോലെ വലിയ ഒരു ശക്തിയാക്കി ഇലക്ട്രോണിക്സ് രംഗത്തും അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തും ലോകരാജ്യങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാനായിട്ട് സോണിയാഗാന്ധി നടത്തിയ വലിയ സേവനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യുവാക്കളെ, ഇന്ന് 40% വരുന്ന ലോകത്ത് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ വലിയ മനുഷ്യവിഭവശേഷിയാണ്. ആ ഇന്ത്യയിലെ മനുഷ്യവിഭവശേഷി ഇന്ത്യക്ക് തന്നെ ഉപയോഗപ്രദമാക്കുന്ന തരത്തിൽ നാളുകളിൽ വലിയ വൻ ശക്തിയായി ഇന്ത്യയെ മാറ്റാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കഴിയും എന്നുള്ളത് യാതൊരു സംശയമില്ല.